മാഡം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്കും പ്രയോജനമുള്ള കാര്യമാണ്, പ്രശ്നമില്ല. പക്ഷേ അഖില മാഡം 30% ഷെയർ തരുമോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? എന്നിട്ടാവും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഗംഗേ, ഇവൻ എന്ത് ഭാവിച്ച? കൃത്യസമയത്ത് തന്നെ വന്നല്ലോ, നാശം. എന്താ നീ കാണിച്ചത്? എന്തിനാ ഇവിടെ തല്ലിയത്? എന്താ നിന്റെ പ്രശ്നം? ഇവളെന്താ ചെയ്തെന്ന് നമുക്കറിയോ? അവൾ എന്ത് ചെയ്തു? ഞാൻ ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്ത് 25 വർഷമായി നമ്മുടെ വീട്ടിലെ വിശ്വസ്തനായ ദാസേട്ടനെ ഇവളെ അപമാനിച്ചിറക്കി വിട്ടു. കവളത്തടിച്ച് പുറത്താക്കി. എന്റെ ദൈവമേ. ദാസേട്ടന്റെ കവളക്ക് എന്ത് പറ്റി? ചുമന്നിരിക്കുന്നല്ലോ. ഓഫീസിൽ വെച്ച് ഞാനൊരു ഫയൽ എടുത്തപ്പോൾ ഓഫീസിലെ ഷെൽഫിൻ്റെ ഡോർ വന്നിടിച്ചതാ മാഡം. സുധേ, ഞാൻ വരിക നിന്റെ അടുത്തേക്ക്. ഏത് നിമിഷവും എൻ്റെ ഹൃദയം പൊട്ടും. കഴിഞ്ഞ 25 വർഷത്തെ സർവീസിനിടയിൽ ഒരിക്കൽ പോലും മാഡം എന്നെ സംശയിച്ചിട്ടില്ല, അതിനിട കൊടുത്തിട്ടില്ല. നിനക്ക് മാറാവ്യാധി വന്ന് പട്ടിണിയും പരിവട്ടമായി കഴിഞ്ഞ കാലത്ത് പോലും മാഡത്തെ അറിയിച്ചിട്ടില്ല ഞാൻ. വിശ്വാസത്തിന് മാഡം ഉദാഹരണം പറയുന്ന എന്നെ ചൂണ്ടിയായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് ഈ ഗതി വന്നല്ലോ സുധേ. ഞാൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ചു പോലും. നമ്മുടെ കല്യാണിയുടെ പ്രായമുള്ള ഗംഗാ മേഡം എന്നെ കള്ളനെന്ന് വിളിച്ചടിച്ചു പുറത്താക്കിയത് നീ അറിഞ്ഞോ? മോഷ്ടിച്ചുകൊണ്ട് പോയ പണം ആരാ എന്റെയും കല്യാണിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടെന്ന് എനിക്കറിയില്ല സുധേ. എന്തിനാ, ആരാ ഇതൊക്കെ ചെയ്യുന്നത്? മാഡത്തിന്റെ മുമ്പിൽ ഒരു കള്ളനെ പോലെ തലകുനിച്ച് നിൽക്കാൻ എനിക്കാവില്ല സുധേ. പണം ഞാൻ മോഷ്ടിച്ചെന്ന് ഗംഗാ മേഡം വിശ്വസിക്കുന്നത് പോലെ അഖില മേഡം എന്നെ വിചാരണ ചെയ്ത് ഞാൻ കള്ളനാണെന്ന് സംശയിച്ച ഈ ദാസ് ഉണ്ടാവില്ല. എന്തോ ഒന്ന് സംഭവിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ജീവിതം. ഇന്ന് ആ കാത്തിരിപ്പ് അവസാനിപ്പിക്കുക ഞാൻ. സംഭവിക്കാനുള്ളത് സംഭവിക്കണം. ദാസ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരിക. സുജാത, മാഡം. ഔട്ട് ഹൗസിൽ ചെന്ന് ദാസേട്ടനോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയും. അത്യാവശ്യം. ശരി മാഡം. ദാസേട്ടാ, 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 ദാസേട്ടനില്ലേ ഇവിടെ? ദാസേട്ടാ, ദാസേട്ടാ, ദാസേട്ടനെ അഖില മാഡം വിളിക്കുന്നു. അങ്ങോട്ട് വേഗം വരാൻ പറഞ്ഞു. എന്ത് നടക്കരുതെന്ന് കരുതിയോ അത് നടന്നു. മാഡം വിളിക്കുന്നു. എന്റെ സത്യം ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? ദൈവമേ, ഈ നിമിഷം അങ്ങ് മരിച്ചിരുന്നെങ്കിൽ. ഇതെന്താ ദാസേട്ടൻ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? വീട്ടിലേക്ക് വേഗം വിളിച്ചോണ്ട് ചെല്ലാനാ മാഡം പറഞ്ഞേ. ആ, പോകാം, നമുക്ക് പോകാം. എന്തൊക്കെയാ ദാസേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? ഡ്രൈവിംഗ് ദാസേട്ടന്റെ പ്രൊഫഷനാ. അത് ചെയ്യുന്നത് കൊണ്ട് ദാസേട്ടൻ ഇവിടുത്തെ ജോലിക്കാരനായി ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. ദാസേട്ടനെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടേ കണ്ടിട്ടുള്ളൂ.
അങ്ങനെയുള്ള ദാസേട്ടൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യരുതായിരുന്നു. വെറും ഒരു ഡ്രൈവറെ പോലെ ഞങ്ങൾ ദാസേട്ടനെ കണ്ടിട്ടുള്ളൂ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ ദാസേട്ടാ? ദാസേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലേ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യൂ. മാഡം, ദാസേട്ടാ, സത്യം എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ ഉണ്ടായേ? ഇവളുടെ പക്ഷെ ഇവള് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തെറ്റ് ചെയ്യില്ല മാഡം, തെറ്റ് ചെയ്യില്ല. ദാസേട്ടാ, എന്താ ഇത്? അമ്പലത്തിൽ പോയപ്പോ കവിള് ചുമന്നിരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോ എന്നോട് കള്ളം പറഞ്ഞു. മാഡം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഗംഗേ, ഈ നിൽക്കുന്ന ദാസേട്ടൻ മോഷ്ടിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദാസേട്ടൻ മോഷ്ടിക്കുമെന്ന് നീയല്ല, സാക്ഷാൽ ദേവി ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല ഈ അഖിലാണ്ടേശ്വരി. ദാസേട്ടനേക്കാളേറെ ഞങ്ങൾക്കറിയാം. മറ്റുള്ളവർ വേദനിക്കുമെന്ന് കരുതി സ്വയം ബലിയാടാകുന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാ മുഖത്തെ പാടെന്താണെന്ന് ചോദിച്ചപ്പോ തുറന്നു പറയാതിരുന്നത്. നീ എന്താ വിചാരിച്ച ദാസേട്ടനെ പറ്റി? 25 കൊല്ലമായി തൃച്ചംബരത്ത് കൂറും വിശ്വാസവും പുലർത്തി വന്ന ഈ മനുഷ്യൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ചു അത്രേ. 30 ലക്ഷമല്ല, 300 കോടി കൊടുക്കും ഞാൻ. ദാസേട്ടനും ദാസേട്ടന്റെ മക്കളും ആവശ്യം വന്ന ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കും. അത് നിനക്കറിയാമോ? അങ്ങനെയുള്ള ദാസേട്ടൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടത്രേ. ദാസേട്ടൻ അതിന്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ മകൾക്കുമില്ല. ആനന്ദ്, അമ്മേ, എന്താ ഉണ്ടായത്? ഇനി നിന്റെ പക്ഷം പറ. ഞാനും സുബ്രുവും കൂടി ബാങ്കിൽ പോയി CCTV നോക്കിയിരുന്നു. ആരോ 2 അപരിചിതര് വന്നാണ് ദാസേട്ടന്റെയും കല്യാണിയുടെയും അക്കൗണ്ടിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തത്. ഇതിന്റെ പിന്നിലും അവൾ തന്നെ, നാഗമഠസ്ഥ പ്രിയങ്ക. ദാസേട്ടനും മകൾ കല്യാണിയും പണത്തിന് വില കൽപ്പിക്കുന്നവരല്ല, സ്നേഹത്തിന് മാത്രം വില കൽപ്പിക്കുന്നവരാ. അങ്ങനെയുള്ള ദാസേട്ടൻ 30 ലക്ഷം രൂപ കട്ടുവെന്ന് നീ കള്ളക്കഥയുണ്ടാക്കി അടിച്ചു പുറത്താക്കിയിരിക്കുന്നു. ഒരിക്കൽ പ്രിയങ്കയുമായിട്ടുള്ള ഏർപ്പാടിന് അവള് ഞങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യിപ്പിച്ചപ്പോ
വാക്ക് തെറ്റിക്കാതിരിക്കാൻ കൂടെ നിന്നവരാ ഈ ദാസേട്ടനും മകളും. എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിശ്വാസം നേടിയവരവർ. എന്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിന്റെ സ്ഥാനമുള്ളത്. എന്റെ ജീവൻ പോയാലും ആ കൈകളിൽ വിലങ്ങി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ആ ദാസേട്ടൻ 30 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് നീ പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കൂ? ഞാനെന്താ അത്രയ്ക്ക് വിട്ടിയോ? ദേ നോക്ക്, ദാസേട്ടന്റെ വിഷയത്തിലെന്നല്ല, ഇനി ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലും നീ ഇടപെടാൻ പാടില്ല. അവരവരെ സൂക്ഷിച്ച അവരവർക്ക് തന്നെ നല്ലത്. മനസ്സിലായോ? അതുപോലെ എനിക്കെല്ലാം ഒന്ന് സ്വയം ബോധ്യപ്പെടുന്നതുവരെ ഞാൻ നിന്റെ പേർക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യില്ല. കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമോ അവകാശമോ നിനക്കില്ല. കമ്പനിയിൽ നീ പോകാനും പാടില്ല. അടങ്ങി ഒതുങ്ങി നിന്ന നിനക്കും നിന്നെ കൊണ്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നവർക്കും നല്ലത്. ദാസേട്ടാ, ദാസേട്ടനെല്ലാം മറന്നേക്ക്. എല്ലാത്തിനും മാപ്പ്. അയ്യോ ദാസേട്ടാ, ദാസേട്ടാ, അച്ഛാ, ദാസ്, ദാസേട്ടാ, ദാസേട്ടാ, ദാസേട്ടാ. ഈശ്വരാ, മാപ്പ്, ദാസേട്ടാ, എന്നോട് ക്ഷമിക്കണം. ദാസേട്ടാ, എന്തായി പറയുന്നേ? മാപ്പ്, മാപ്പ്. മാഡം എന്നെ അവിശ്വസിക്കുമെന്ന് ഞാൻ കരുതി. കള്ളൻ എന്നുള്ള ദുഷ്പേര് വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ വിഷം കഴിച്ചു. അച്ഛാ, അച്ഛാ, മാപ്പ്. ചതിച്ചോ ദാസേട്ടാ? ഈശ്വരാ, ഇല്ല, ദാസേട്ടനൊന്നും സംഭവിക്കില്ല. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ആനന്ദ്, അമ്മേ, ദാസേട്ടനെ വേഗം ആശുപത്രിയിൽ എത്തിക്ക്. കല്യാണി, വേഗം പോയി ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. എഴുന്നേക്കും. എന്റെ വിക്കറ്റ് വീഴ്ത്താൻ നോക്കി. ഒടുവിൽ അയാള് വീണു.